ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എനിക്ക് എന്താ പറയണ്ടെന്ന് അറിയത്തില്ല. ആക്ച്വലി ഇത് ഒരു ദിവസത്തെ വീഡിയോ അല്ല കേട്ടോ, കുറച്ച് ദിവസത്തെ വീഡിയോസ് എല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് ചെയ്യുന്ന വീഡിയോ ആണ്. ബിക്കോസ് എന്റെ ലൈഫ് ഇപ്പൊ 24/7 എന്ന് പറയുന്ന രാവിലെ എഴുന്നേക്കുന്നു, ഫുഡ് കഴിക്കുന്നു, ഫോണിൽ നോക്കുന്നു, ഉറങ്ങുന്നു. ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടൊന്നും ഒരുപാട് കാര്യങ്ങളൊന്നും നടക്കാറില്ല എല്ലാ ദിവസവും. സോ ഇതൊരു മൾട്ടിപ്പിൾ ഡേയ്സിലെ കാര്യങ്ങളെല്ലാം കൂടെ മിക്സ് ചെയ്ത വീഡിയോ ആണ്. ആദ്യം തന്നെ ഞാൻ എന്റെ ലൈഫിലെ വൺ ഓഫ് ദ വേഴ്സ്റ്റ് ഡിസിഷൻസ്, ഞാൻ പോയി എന്റെ മുടി വെട്ടാന്നങ്ങ് തീരുമാനിച്ചു. ആൻഡ് അത് വെട്ടി ഞാൻ കൊള്ളാക്കി തന്നു. എനിക്കിപ്പോ സത്യം പറഞ്ഞ കഷ്ടകാലാണ്. ഞാൻ എവിടെ പിടിച്ചാലും പ്രശ്നം എന്ന് പറഞ്ഞ രീതിയിൽ മൊത്തം എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്താലും നമുക്ക് പണി കിട്ടാന്ന് അറിയില്ല, അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവില്ല. അതേപോലത്തെ കൈൻഡ് ഓഫ് സിറ്റുവേഷൻ ആണ് ഞാനിപ്പോ. അതുകൊണ്ട് മുടി വെട്ടി അത് കുളമായി. എനിക്ക് നല്ല വിഷമം വന്നു, ഞാൻ കുറെ കരഞ്ഞു. ബട്ട് ഇറ്റ്സ് ഓക്കെ, മുടിയല്ലേ വളരും എന്നുള്ള ഇതിൽ ഞാനിപ്പം ആശ്വസിച്ച് അങ്ങനെ പോകുന്നു. ലൈഫിൽ അങ്ങനെയൊക്കെ നമുക്ക് വേണമല്ലോ, വല്ലപ്പോഴും മുടിയൊക്കെ വെട്ടി കുളമാവണം, അത് നിർബന്ധമാണ്. ബിക്കോസ് ഞാൻ എന്റെ ലൈഫിൽ ഇപ്പൊ എന്റെ റിസൾട്ടൊക്കെ വന്നല്ലോ, റിസൾട്ടൊക്കെ വന്നിട്ട് റിസൾട്ട് വന്നത് ഇതുമായിട്ടൊരു ബന്ധമില്ല. പക്ഷെ ഞാൻ എന്റെ ഭയങ്കര ആഗ്രഹം കോളേജിൽ പോകുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് മേക്ക് ഓവർ ഒക്കെ നടത്തിയിട്ട് പോകണം എന്നുള്ളത്. തമ്പുരാൻ അറിയാം ഇനി എന്താണ് ബാക്കിയുള്ളത്. സോ ഇനിയിപ്പം അഡ്മിഷൻ കാര്യങ്ങളൊക്കെ നടക്കുവാണ്. ഇപ്പൊ എന്റെ അനിയൻ 10th ആയിരുന്നു, അവന്റെ റിസൾട്ട് വന്നു, എന്റെ റിസൾട്ട് വന്നു. സോ അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം എത്ര ദിവസമായി, ഒരു ദിവസം കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അപ്പോഴാണ് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. പക്ഷെ ഈ വീഡിയോയിൽ കുറച്ച് വീഡിയോസ് കാര്യങ്ങളൊക്കെ റിസൾട്ട് വന്നതിന് ശേഷമുള്ളതാണ് കേട്ടോ. അതായത് ഇന്നലെ ഇന്നലെ എടുത്ത കുറച്ച് ക്ലിപ്സും ഇതിനകത്തുണ്ട്. സോ അതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ കാണിക്കുന്നത്. സോ ആദ്യം തന്നെ രാവിലെ പാഴ്സൽ വന്നിട്ടുണ്ടായിരുന്നു ഐശ്വര്യമായിട്ട്. അത് അൺബോക്സ് ചെയ്തിട്ട് തുടങ്ങാന്ന് വെച്ചു. ബിക്കോസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണല്ലോ ഈ ഹോൾ വീഡിയോസ് കാണാൻ. സോ എനിക്കൊരു ഹോൾ വീഡിയോ ഇരുന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല ഇപ്പൊ കറന്റ്. കാരണം നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിയത്തില്ല, ഞാൻ ലാസ്റ്റ് കുറച്ച് വീഡിയോസിൽ എന്റെ ഫേസ് വലുതായിട്ട് കാണിച്ചിട്ടില്ല. ബിക്കോസ് ഐ ഹാവ് സം സ്വെല്ലിംഗ് ഓൺ മൈ ഫേസ്. അത് എന്തുകൊണ്ടാണ് എന്താണെന്നൊന്നും ഇപ്പൊ എനിക്ക് കറന്റ്ലി പറയാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞില്ലേ, എന്ത് പിടിച്ചാലും പ്രശ്നം എന്നുള്ള രീതിയിലായതുകൊണ്ട് എനിക്ക് അതും കൂടി ഇപ്പൊ ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല. സോ അതുകൊണ്ട് ഞാൻ ഇൻ ഫ്യൂച്ചർ എന്താന്നുള്ളത് പറയാം. അപ്പം ഇതൊക്കെയാണ് ഞാൻ വാങ്ങിച്ച സാധനങ്ങള്. ഒന്ന് ഈ ഒരു ഡോട്ട് ആൻഡ് കെയുടെ നയാസിനമേഡ് ഫേസ് സിറം. കുറേ നാളായിട്ട് വിചാരിക്കുന്നുണ്ട് ഇത് വാങ്ങിക്കുന്നത്. സോ അങ്ങനെ ഫൈനലി അത് വാങ്ങിച്ചു. ആൻഡ് അതേപോലെ ഇതും ഈ ന്യൂട്രോജീനയുടെ ഹൈഡ്രോ ബൂസ്റ്റർ. ഞാൻ പ്ലമ്മിന്റെ ഇതേപോലെ സെയിം പാക്കിലുള്ള മോയ്സ്ചറൈസർ ഉണ്ട്, അത് യൂസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് എന്റെ ഓൾ ടൈം ഫേവറേറ്റ് പോൺഡ് സൂപ്പർ ലൈറ്റ്. ഇത് മൂന്നും ആൾക്കാർ കമ്പയർ ചെയ്യുന്ന ഞാൻ കുറെ വീഡിയോസ് കണ്ടിട്ടുണ്ട്. സോ ഞാൻ ചോദിച്ചു ഞാൻ ഇതും കൂടെ ട്രൈ ചെയ്ത് നോക്കാം. ആൻഡ് ഓൾസോ ഈ സമയത്ത് നൈക്കയുടെ ഹോട്ട് പിങ്ക് സെയിൽ എന്തോ നടക്കും. ഹോട്ട് പിങ്ക് സെയിലാണോ എന്തോ ഒരു സെയിൽ റീസെന്റ് കഴിഞ്ഞില്ലേ, എന്തോ ഒരു 50-70% ഓഫർ എന്തോ ഉള്ള സെയില്. അപ്പൊ ആ സെയിലിൽ ഞാൻ വാങ്ങിച്ചതാണ്. നല്ല ഓഫറിനാണ് എനിക്ക് കിട്ടിയത് ആ മോയ്സ്ചറൈസർ. അതുകൊണ്ടാണ് വാങ്ങിച്ചത്. ബിക്കോസ് ഒറിജിനൽ പ്രൈസസ് 1000 സംതിങ് എന്തോ ആണ്. അപ്പൊ ഇതെല്ലാം വാങ്ങിച്ചപ്പോ എനിക്ക് ഈ ഒരു ബോഡി ലോഷൻ ഫ്രീ കിട്ടി. സോ ഐ വാസ് ഓക്കെ ഹാപ്പി. ആൻഡ് അത് കഴിഞ്ഞ് വേറൊരു പാഴ്സൽ വന്നു. പക്ഷെ ഞാൻ അൺബോക്സ് ചെയ്തപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു. സോ അതിലുണ്ടായിരുന്ന ഈ ടിപ്സി ബ്യൂട്ടിയുടെ ലിപ്പ് ഓയിൽ ആണ്. ഇത് ഞാൻ കുറെ ആയിട്ട് വാങ്ങിക്കണം എന്ന് വിചാരിച്ചു, പിന്നെ വേണ്ടെന്ന് വിചാരിച്ച് മാറ്റി വെച്ചതാ. അപ്പൊ ഇപ്പോ ടിപ്സി ബ്യൂട്ടിയുടെ ലിപ്പ് ഓയിൽ വാങ്ങിച്ചാൽ ഇതിന്റെ കൂടെ ലിപ്സ്റ്റിക് ഫ്രീ ഉണ്ടെന്ന് കണ്ടിട്ട് വാങ്ങിച്ചതാണ്. വലിയ കുഴപ്പമില്ലാത്ത തരക്കേടില്ലാത്തൊരു ഷെയ്ഡ് ഫ്രീ കിട്ടി. ആൻഡ് അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത പാഴ്സൽ വന്നു. ഇതിപ്പം കുറച്ച് നൈക്ക ഹോട്ട് പിങ്ക് സെയിൽ കഴിഞ്ഞ് പിന്നെ ഒരു 5-6 പാഴ്സൽസ് വരാറുണ്ട്. ഇതൊക്കെ സെയിം ഡേ ആണ് കേട്ടോ ഷൂട്ട് ചെയ്യുന്നത്. ആ ദിവസം ഞാൻ കുറച്ച് പ്രൊഡക്ടിവിറ്റി വരുത്തിക്കാൻ വേണ്ടി ശ്രമിച്ച ദിവസമാണ്. ബിക്കോസ് അല്ലെങ്കിൽ ഞാൻ ഉറക്കം എണീക്കുമ്പോൾ ഉച്ചയാവും. സോ ഇന്ന് ഞാൻ കുറച്ച് നേരത്തെ ഉറക്കം എണീറ്റായിരുന്നു. സോ അതുകൊണ്ട് ഐ എം വെരി ബാഡ്. ഇപ്പൊ എന്റെ ഡയറ്റ് ഇല്ല, ഒരു പ്രോപ്പർ ടൈമിലല്ല ഉറങ്ങുന്നത്. ഈ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യുന്നത് വെളുപ്പാങ്കാലം 5 മണിക്കാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാൻ 5 മണിക്ക് ഉറക്കം എണീറ്റുന്നു. അല്ല, ഞാൻ ഉറങ്ങിയിട്ടില്ല, ഇനി വേണം എനിക്ക് ഉറങ്ങാൻ. സോ അത്രയ്ക്ക് ഭയങ്കര പ്രൊഡക്ടിവിറ്റി അറ്റ് ദ പീക്ക് ലെവലിലാണ് ഞാൻ പൊക്കോണ്ടിരിക്കുന്നത്. ഐ ഡോണ്ട് നോ വാട്ട് ദ ഷിറ്റ് ഐ ആം ഡൂയിങ് റൈറ്റ് നൗ. എനിക്കറിയില്ല, എനിക്ക് ഉറക്കം വരുന്നില്ല. ആൻഡ് എനിക്ക് നല്ല ഡാർക്ക് സർക്കിൾസ് വന്നിട്ടുണ്ട്, നല്ല ഡാർക്ക് സർക്കിൾസ്. ബിക്കോസ് ഫോണിൽ നോക്കുക, പ്രോപ്പറായിട്ട് ഉറങ്ങാതിരിക്കുക, ഫുഡ് കഴിക്കുന്നില്ല, സ്ട്രെസ്, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാനിപ്പോ അഗെയിൻ ബാക്ക് ടു ട്രാക്ക് ആക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ഈ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് രണ്ടും HK വൈറ്റൽസിന്റെ ആണ്. ഒന്ന് ബയോട്ടിനും ഒന്ന് മൾട്ടി വൈറ്റമിൻ ആണ്. ബയോട്ടിൻ എനിക്കും മൾട്ടി വൈറ്റമിൻ അമ്മയ്ക്കുമാണ് വാങ്ങിച്ചത്. സോ ഞാനിപ്പോ കുറച്ച് സപ്ലിമെന്റ്സ് എടുക്കുന്നുണ്ട്. ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തതാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ എടുക്കുന്നത്. അത് കഴിഞ്ഞ് ബിക്കോസ് ഞാൻ ഫുഡ് കഴിക്കാറില്ല, അതുകൊണ്ട് സപ്ലിമെന്റ്സ് ഒക്കെ വേണം. കുറച്ച് വൈറ്റമിൻ D ഒന്നും തീരെയില്ല. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വീട്ടിലിരുന്ന്, പ്രത്യേകിച്ച് ഞാൻ വേരിറങ്ങി എന്ന് വേണം പറയാൻ വേണ്ടി. ഒരു മുട്ട വെച്ച് ഞാൻ അടയിരുന്നെങ്കിൽ ആ മുട്ട വരും ചെയ്യാം. അങ്ങനെ ഞാൻ വീട്ടിൽ ഇരിക്കുക. ലിറ്ററലി ഐ വാസ് നോട്ട് ഡൂയിങ് എനിത്തിങ് അറ്റ് ഹോം. ഒരു പ്രൊഡക്ടിവിറ്റി ഒന്നുമില്ല. അങ്ങനെ ഇരുന്നപ്പോൾ റിസൾട്ട് ഒക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ, ഈ റിസൾട്ട് കഴിഞ്ഞതിന്റെ അന്നോ അതിന്റെ പിറ്റേന്നോ എന്തോ ആണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്.
എനിക്ക് അത് ഇന്നാ നമ്മൾ പോയി, ഇന്നലെ മെനഞ്ഞു ഈ അടുത്ത ദിവസമാണ് പോയത്, കഴിഞ്ഞ ദിവസം. അപ്പൊ അന്ന് എടുത്ത വീഡിയോ കേട്ടത്. മെയിൻ തിങ് എന്ന് പറഞ്ഞാൽ എൻ്റെ അനിയൻ 10th കഴിഞ്ഞു, എനിക്ക് 10th കഴിഞ്ഞപ്പോഴാണ് അമ്മ ഫോൺ മേടിച്ചു തന്നെ, എൻ്റെ ഐഫോൺ. അപ്പം ഇവൻ 10th കഴിഞ്ഞപ്പോൾ ഇവന് ഫോൺ വേണം. പക്ഷെ ഇവന് ഐഫോൺ അങ്ങനെയൊന്നും താല്പര്യമില്ല. അമ്മ ചോദിച്ചു ലൈക്ക് നിനക്ക് ഐഫോൺ വേണോ സാംസങ് വേണോ, അവന് അത് രണ്ടും താല്പര്യമില്ല. അവൻ വേറെ ഏതോ ഫോൺ എടുക്കാനാണ് നിൽക്കുന്നത്. അപ്പൊ അവന് ഫോൺ നോക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ വിളിച്ചു ചോദിച്ചപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ഫോൺ കിട്ടിയില്ല. സോ അത് ഓൺലൈൻ ത്രൂ വല്ലതും ബുക്ക് ചെയ്യാന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പം അങ്ങനെ അപ്പൊ ഫോൺ നോക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം പോയത്. അതിൻ്റെ ഇടയിൽ എനിക്കൊരു കൊറിയർ വന്ന് അമ്മമ്മയുടെ വീട്ടിലുണ്ടായിരുന്നു, അമ്മമ്മയുടെ വീട്ടിലിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് അത് എടുത്തിട്ട് പോകുന്ന വഴിയിൽ ഞാൻ കാറിലിരുന്ന് അൺബോക്സ് ചെയ്യുന്നതാണ് ഈ കാണുന്നത്. ഇത് സിൽവർ ഡസ്റ്റോ, അയ്യോ എന്തായിരുന്നു അതിൻ്റെ, നിങ്ങൾ പേര് കണ്ടിട്ടുണ്ടാവല്ലോ, സിൽവർ സംതിങ് ഹാൻഡ് മെയ്ഡോ അങ്ങനെ എന്തോ ഒരു ഇത് ഉണ്ടാക്കുന്ന ജ്വല്ലറീസ് ആണ് കേട്ടോ. നല്ല ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ള നല്ല ജുംകാസ് അവരുടെ പേജിലുണ്ട്. എനിക്കിപ്പം ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചറിയില്ല, ലാസ്റ്റ് കുറേ വീഡിയോസ് ആയിട്ട് ഞാൻ ഭയങ്കര കുർത്തി അങ്ങനത്തെ സാധനങ്ങളാണ് ഇടുന്നത്. ഇതിപ്പം ഞാൻ ഇട്ടിരിക്കുന്നത് പാകിസ്ഥാനി കുർത്തിയാണ്. ഇത് സെറ്റാണ് ആക്ച്വലി, പക്ഷെ ഞാൻ അതിൻ്റെ ടോപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ബിക്കോസ് ഇന്ന് നമ്മൾ മെയിൻലി പോകുന്നതിന് കുറേ ഷോപ്പിംഗ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. കുറേ നാളെ ഡ്രസ്സൊക്കെ വാങ്ങിച്ചിട്ട് ഇനിയിപ്പോൾ ഞാൻ കോളേജിലൊക്കെയാണ് പോകാൻ പോകുന്നത്. അഡ്മിഷനൊന്നും ആയിട്ടില്ല കേട്ടോ. എല്ലാം ഞാൻ പറയുന്നതായിരിക്കും വഴി അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പോഴും ഐ വാസ് ലൈക്ക് ചെക്കിങ് കോളേജസ് ആൻഡ് ഓൾ, എല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഞാൻ എന്താണ് എടുക്കാൻ പോകുന്നത് എല്ലാം നിങ്ങൾക്ക് ഇനി അങ്ങോട്ടുള്ള വീഡിയോസ് കാണാൻ പറ്റും. ഓക്കെ, അപ്പം ഞാൻ പോയത് ഫസ്റ്റ് ഇന്റൻഷൻ ഇസ് ലൈക്ക് എൻ്റെ അനിയന് ഫോൺ നോക്കാന്നുള്ളതായിരുന്നു. ആൻഡ് സെക്കൻഡ് തിങ്, എനിക്കൊരു ലാപ്പ് എടുക്കണോ ഐപാഡ് എടുക്കണോ എന്ന് എനിക്ക് നല്ല കൺഫ്യൂഷൻ ഉണ്ട്. സോ നിങ്ങൾക്ക് ആരുടെയെങ്കിലും സജഷൻസ്, അല്ലെങ്കിൽ നിങ്ങളുടെ ആരുടെയെങ്കിലും ലാപ്പാണോ ഐപാഡാണോ സ്റ്റുഡൻസ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, മീൻസ് കോളേജിലുള്ള ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ ലൈക്ക് ഏതാണ് ബെറ്റർ എന്നുള്ളത്. ഐ വാസ് വെരി കൺഫ്യൂസ്. ലൈക്ക് എനിക്ക് ലാപ്ടോപ്പ് വേണോ അതോ ഐപാഡ് വേണോ, ഇത് രണ്ടും എൻ്റെ ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. അപ്പൊ അതൊന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോണായിരുന്നു. നമ്മൾ എല്ലാം പിന്നെ സിൽവർ ഡസ്റ്റ് എന്ന് പറഞ്ഞ പേജ് ആട്ടോ. സോ എല്ലാം പിന്നെ ലുലുവിൽ ഉണ്ടാവുമല്ലോ. നമ്മൾ വെച്ച് ഓക്കെ ലുലുവിൽ പിന്നെ പോവാൻ, പിന്നെ ലുലു ലൈക്ക് കുറെ കടകൾ നമുക്ക് കയറി ഇറങ്ങാമല്ലോ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഇങ്ങനെ വായി നോക്കി നടക്കുക, ലൈക്ക് വിൻഡോ ഷോപ്പിംഗ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് എൻ്റെ താടിയിലൊക്കെ നല്ല സ്വെല്ലിംഗ് ഉണ്ട് നോസിന്റെ അവിടെയൊക്കെ. സോ പ്ലീസ് ഡോണ്ട് ഇഗ്നോർ, ലൈക്ക് അത് അത്ര വലിയ കാര്യമാക്കണ്ട, ഇഗ്നോർ ചെയ്തോ. ആൻഡ് ഇപ്പോഴത്തെ എൻ്റെ ഭയങ്കര ഒബ്സഷനാണ് ഈ സൺഗ്ലാസ്. ഞാൻ എവിടെ പോയാലും ഈ സൺഗ്ലാസ് വെക്കുന്നു. വെയിലുള്ളപ്പോൾ മാത്രമേ വെക്കാറുള്ളൂ. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സൺഗ്ലാസ് വെക്കുമ്പോൾ ഒരു രസമുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതെന്റെ ബർത്ത്ഡേക്ക് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ സൺഗ്ലാസ് ആണ്. ആൻഡ് ബൈ ദ വേ ഞാൻ, അമ്മ ആൻഡ് എൻ്റെ കൊച്ചച്ഛൻ്റെ മോളും ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ. സോ നമ്മൾ 4 പേരും കൂടിയാണ് ലുലുവിൽ പോയിട്ടുണ്ടായിരുന്നത്. സോ അവള് എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ ഇരിക്കുള്ളൂ. അപ്പൊ ഞാൻ ഫ്രണ്ടിലിരുന്ന് കഴിഞ്ഞാൽ അവളെന്റെ മടിയിലിരിക്കും. സോ അതത്ര നല്ലതല്ലല്ലോ. സോ അതുകൊണ്ട് ഞാൻ ബാക്കിലിരുന്നു, അല്ലെങ്കിൽ എനിക്ക് ഫ്രണ്ടിലിരിക്കാനാണ് ഏറ്റവും ഇഷ്ടം. ബട്ട് ഇറ്റ്സ് ഓക്കെ, ലൈക്ക് ഞാൻ പിന്നെ എൻ്റെ അനിയൻ്റെ അടുത്ത് പറഞ്ഞു ഫ്രണ്ടിലിരുന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ പോവാണ്. ആക്ച്വലി ഇതിന്റെ ഞങ്ങൾ പോകുന്ന വഴിക്ക് സംസാരിക്കുന്ന ക്ലിപ്സ് ഉണ്ട്. അത് ആക്ച്വലി ഞാൻ വെച്ചു ആ വോയിസ് അങ്ങനെ ഇടാന്ന്, പിന്നെ വേണ്ടാന്ന് വിചാരിച്ചു. ലൈക്ക് വേണ്ട, കുറെ ക്രിഞ്ച് സാധനങ്ങളാണ് നമ്മൾ മൊത്തം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഓഫ് കോഴ്സ് നമ്മൾ പോയപ്പോ ഈ എന്താണ് നല്ല തിരക്കുള്ള ദിവസമായിരുന്നു. എന്തിന്റെ തിരക്കായിരുന്നു? നമ്മുടെ പെരുന്നാളിന്റെ തിരക്കുണ്ടായിരുന്നു. ആൻഡ് ആദ്യം തന്നെ പോയത് എൻ്റെ ലാപ്ടോപ്പ് നോക്കാനാണ്. ഞാൻ നോക്കുന്നത് മാക്ബുക്ക് നിയോ ആണെന്ന് തോന്നുന്നു. യെസ്, മാക്ബുക്ക് നിയോ ആണ് ഞാൻ നോക്കുന്നത്. പിങ്ക് ഇൻ കളർ. ഐ ലവ് പിങ്ക്, യു നോ ഗൈസ്. ലൈക്ക് അപ്പം ഇങ്ങനെ ലാപ്ടോപ്പിൽ പിങ്ക് കളർ എന്ന് പറഞ്ഞപ്പോൾ ഐ വാസ് ലൈക്ക് ഓക്കെ എന്തായാലും നോക്കണം എന്ന് ചോദിച്ചു. ആൻഡ് എനിക്ക് മറ്റേ കളർ ഇഷ്ടപ്പെട്ടായിരുന്നു, പച്ച. പക്ഷെ കുറെ പേര് ആ പച്ച എടുത്തിട്ടുണ്ട്. സോ ഐ വാസ് ലൈക്ക് നോ, പിങ്ക്. ആൻഡ് അമ്മ ഓൾസോ പറഞ്ഞു പിങ്ക് നല്ല രസമുണ്ട്. ആൻഡ് ഐ ആം ലിറ്ററലി ഞാൻ ഇംപ്രസ്ഡ് ആയി. ലാപ്ടോപ്പ് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. ആൻഡ് അത്ര ഭയങ്കര വലുതല്ല, നല്ല ഇഷ്ടപ്പെട്ടു. അതുപോലെ എനിക്ക് ഐപാഡ് ഇഷ്ടപ്പെട്ടു. ഐപാഡിലും ഓൾസോ പിങ്ക് ഉണ്ട്. അത് കുറച്ചുകൂടെ ഡാർക്ക് പിങ്കാ, മറ്റേത് കുറച്ചുകൂടെ ലൈറ്റ് പിങ്ക് ആണ്. സോ ഐ ലൈക്ക് ബോത്ത്. സോ ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് വേണോ. സോ നിങ്ങൾ ആരെങ്കിലും ഇതിലേതെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടെന്ന് പ്ലീസ് ലെറ്റ് മീ നോ ഇൻ ദ കമന്റ് സെക്ഷൻ. പിന്നെ നേരെ വെസ്റ്റ് സൈഡിൽ പോയെന്ന് പറഞ്ഞാൽ ഇനി എനിക്കൊരു ട്രിപ്പ് ഉണ്ട്. സോ അപ്പം അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും കിട്ടുമോ നോക്കാനാണ് പോയത്. ബേസിക്കലി എന്തെങ്കിലും കുർത്തിയോ അങ്ങനെ എന്തെങ്കിലും കംഫർട്ടബിൾ ആയിട്ട് ഇടാൻ വേണ്ടിയിട്ട്. പക്ഷെ കുർത്തിയൊന്നും കിട്ടില്ല. ഞാൻ അവിടെ നിന്ന് ഒരു ഡ്രസ്സ് എടുത്തായിരുന്നു, അതേതാ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആക്ച്വലി എനിക്ക് കുറച്ചുകൂടെ ഡ്രസ്സുകൾ ഇഷ്ടപ്പെട്ടു, പക്ഷേ ഒന്നിനും നമുക്ക് സമയം കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം. അതായത് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാണ്ടായിരുന്നു. എനിക്ക് കുറേ സാധനങ്ങൾ മേടിക്കാണ്ടായിരുന്നു. ഹൈപ്പറിൽ പോകണമായിരുന്നു, അല്ലാണ്ടും കുറച്ച് ഷോപ്പിംഗ്, എല്ലാവർക്കും ഷോപ്പ് ചെയ്യണമായിരുന്നു. എനിക്ക് ചെയ്യണമായിരുന്നു, അമ്മയ്ക്ക് ചെയ്യണമായിരുന്നു. ബിക്കോസ് നമ്മൾ ഡ്രസ്സൊക്കെ മേടിച്ചിട്ട് കുറേ നാളായി, എത്രയോ നാളായി, ബിക്കോസ് മന്ത്സ് ആയി നമ്മൾ. പിന്നെ ഓൺലൈനിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ ഒരു ടോപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഓർഡർ ചെയ്തെന്നല്ലാണ്ട് ഡ്രസ്സൊക്കെ ഇങ്ങനെ പോയി ഷോപ്പ് ചെയ്തിട്ട് ഒരുപാടായി. അതേപോലെ എനിക്ക് വെസ്റ്റ് സൈഡിലെ ചെരുപ്പും ഭയങ്കര ഇഷ്ടപ്പെട്ടു, പക്ഷെ ഞാൻ ഒന്നും മേടിച്ചില്ല. ഇപ്പൊ ഈ കാണിക്കുന്ന ഡ്രസ്സ് ഞാൻ മേടിച്ചു. അത് എപ്പോഴാണെന്നറിയോ? നമ്മൾ ആദ്യം വെസ്റ്റ് സൈഡിൽ കുറെ കറങ്ങിയേ, എന്നിട്ട് നമ്മൾ ചോദിച്ചു വേറെ ഷോപ്പിൽ പോവാം, മാക്സിലും
സ്റ്റുഡിയോയിൽ എന്തെങ്കിലുമൊക്കെ പോയി നോക്കിയിട്ട് വേറെ കളക്ഷൻസ് ഒക്കെ ഉണ്ടോ നോക്കിയതിനു ശേഷം വരാറ്. പക്ഷെ എനിക്ക് വേറെ എവിടെയും കളക്ഷൻസ് ഒന്നും ഇഷ്ടപ്പെട്ടില്ല. എന്നിട്ട് ലാസ്റ്റ് മിനിറ്റ് ഇവര് ഹൈപ്പറിൽ പോയിട്ട് ബില്ലടിക്കുന്ന സമയത്ത് ഞാൻ ഓടി വന്നിട്ട് ആ പച്ച ഡ്രസ്സ് വാങ്ങിക്കുകയാണ് ചെയ്തത്. ബിക്കോസ് അല്ലെങ്കിൽ എന്തോ എനിക്കത് ഡ്രസ്സ് വാങ്ങാൻ വരാതെ തോന്നില്ല. ബിക്കോസ് അത് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. അതുകൊണ്ട് ഞാൻ അത് മാത്രം വാങ്ങിച്ചു. പക്ഷെ എനിക്ക് എന്തായാലും വെബ്സൈറ്റിൽ ഷോപ്പിംഗ് വേണം. അതേപോലെ ഈ ബാഗ് ഇതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ഓടി വന്നിട്ട് അവര് ഹൈപ്പറിൽ ബില്ല് ചെയ്യുന്ന സമയത്ത് ഞാൻ വന്ന് മേടിച്ചതെന്ന് പറയുന്നത്. ആ ബാഗും അതും എനിക്ക് നല്ല ഇഷ്ടപ്പെടുന്നു. അത് R&B എന്നുള്ള ബാഗായിരുന്നു. അതും എനിക്ക് വാങ്ങിക്കാൻ പറ്റില്ല. ബിക്കോസ് എനിക്കിങ്ങനെ ഭയങ്കര കൺഫ്യൂഷൻ. എനിക്കിങ്ങനെ പെട്ടെന്ന് ഷോപ്പ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് സമയം വേണം, എനിക്ക് കുറച്ച് ചിന്തിക്കാം. പക്ഷെ ഇവര് പെട്ടെന്ന് പോണം. പിന്നെ ഓൾസോ നല്ല ലേറ്റ് ആയിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ല കൊച്ചച്ഛന്റെ മോള് കൂടെയാണ്. സോ അവളെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യണമായിരുന്നു. 10 മണി എന്തോ ആയി. നമ്മൾ 4:30 വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണല്ലോ. അപ്പം നമ്മൾ ഇടയ്ക്ക് സ്റ്റുഡിയോന്നും കുറച്ച് സാധനങ്ങൾ ഷോപ്പ് ചെയ്തു. പക്ഷെ ഞാൻ അധികം വീഡിയോ എടുത്തില്ല അവിടെ നിന്ന്. അപ്പം അതുകൊണ്ട് അവൾക്ക് പിന്നെ ലാസ്റ്റ് ടൈപ്പിൽ നടക്കാൻ വയ്യ. കാരണം അത്രയും നമ്മൾ നടന്നിട്ട് പിന്നെ നമ്മൾ അതിനകത്ത് ഇരുത്തിയിട്ടാണ് വീട്ടിൽ കൊണ്ടുവന്നത്. ആൻഡ് ഇതൊക്കെയാണ് മേടിച്ച സാധനങ്ങൾ. ഞാൻ സ്റ്റുഡിയോന്നൊന്നും അധികം ഷൂട്ട് ചെയ്തിട്ടില്ല, ഒന്നും തന്നെ ഷൂട്ട് ചെയ്തില്ല. ഹൈപ്പറിലും ഒന്നും ഷൂട്ട് ചെയ്തില്ല. നല്ല തിരക്കുണ്ടായിരുന്നു, ഭയങ്കര തിരക്കായിരുന്നു. മീൻസ് ഈവനിങ് ആയപ്പോൾ തിരക്ക് കൂടി. വെസ്റ്റ് സൈഡിലൊക്കെ ഞാൻ എത്രയോ ടൈം നിന്നിട്ടാണെന്നറിയോ ഇത് ബില്ലടിച്ചത്. ഇവര് ബില്ല് ചെയ്യുന്ന സമയത്താണ് ഞാൻ ഇറങ്ങി വന്നത്. കുറച്ചു നേരം വീഡിയോ എടുത്തിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ട് ഞാൻ പറഞ്ഞു ആ ഡ്രസ്സ് ഞാൻ മേടിച്ച് തരാന്ന് പറഞ്ഞു വന്നു. അവിടെ നിന്ന് എന്റെ പൊന്നോ എന്തുമാത്രം തിരക്കായിരുന്നറിയോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് സോ ഇതൊക്കെയാണ് ഞാൻ വാങ്ങിച്ച സാധനങ്ങൾ. ഈ ഒരു നൈറ്റ് വെയർ ലൈക്ക് സ്റ്റുഡിയോയിൽ എനിക്ക് അധികം ഒന്നും ഇഷ്ടപ്പെട്ടില്ല, എക്സെപ്റ്റ് നമ്മുടെ നൈറ്റ് വെയേഴ്സ് ഒക്കെ എനിക്ക് അത്യാവശ്യം നന്നായിട്ട് തോന്നി. ആൻഡ് ഓഫ് കോഴ്സ് ഇന്നോവേഴ്സ് അത്യാവശ്യം സ്റ്റുഡിയോയുടെ നല്ല ഇന്നോവേഴ്സ് ആണ്. ആൻഡ് ഞാൻ പിന്നെ ഈ ഒരു ഐ മാസ്ക് വാങ്ങിച്ചു. ബിക്കോസ് എന്റെ ഡാർക്ക് സർക്കിൾസ്. ഉറങ്ങണം, വെള്ളം കുടിക്കുക, ഫോൺ അധികം യൂസ് ചെയ്യാതിരിക്കുക, ഇതൊക്കെ തന്നെ ഡാർക്ക് സർക്കിൾസ് കുറയ്ക്കാനുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത്. ഇതൊഴിച്ച് ഞാൻ ബാക്കിയെല്ലാം ചെയ്യുന്നുണ്ട്. അണ്ടർ ഐ ക്രീം ഇടുന്നുണ്ട്, ഐ മാസ്ക് ഇടുന്നുണ്ട്, ഇതിടുന്നുണ്ട് പ്രോപ്പറായിട്ട്. പക്ഷെ ഇതൊന്നും ബാക്കി കാര്യങ്ങൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇതൊന്നും വർക്ക് ആവില്ല. നമ്മൾ ഇന്റേണലി അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ ചെയ്യണം. ആൻഡ് ഞാൻ ബാക്ക് ടു ട്രാക്ക് ആകുന്നതായിരിക്കും വിത്തിൻ ഡേയ്സ്. പക്ഷെ ഇപ്പൊ എനിക്ക് കുറച്ച് ടൈം വേണം. ബിക്കോസ് ഞാൻ പറഞ്ഞില്ല, ഞാൻ മറ്റേ ഭ്രാന്തെടുത്തിട്ട് അത് ചെയ്യണോ ഇത് ചെയ്യണോ അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ എന്ത് ചെയ്യണം അങ്ങനെ അവസ്ഥയിലാണ്. സോ എനിക്കൊന്ന് റിലാക്സ് ആവണം. ഞാൻ ഉടനെ ട്രിപ്പ് പോകുന്നുണ്ട്. സോ അതൊക്കെ ഞാൻ കാണിച്ചു തരാം. സോ ഇത്രയും സാധനങ്ങളാണ് ഞാൻ വാങ്ങിച്ചത്. ഇത്രയൊക്കെ ഉള്ളൂ. സ്റ്റുഡിയോന്നൊന്നും ഞാൻ ഒരുപാട് മേടിച്ചില്ല. ബിക്കോസ് എനിക്ക് സത്യം പറഞ്ഞാൽ ഷോപ്പ് ചെയ്യാൻ സമയം കിട്ടില്ല. എനിക്ക് കുറച്ച് സമാധാനമായിട്ട് ഷോപ്പ് ചെയ്യണം. സോ അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് പോയി ഷോപ്പ് ചെയ്യാന്ന് പറഞ്ഞു. അമ്മ പറഞ്ഞു നീ ഒറ്റയ്ക്ക് പൊക്കോന്ന് പറഞ്ഞു. ബിക്കോസ് ഇവർക്ക് ആർക്കും ക്ഷമയില്ല. എന്റെ കൂടെ ഷോപ്പ് ചെയ്യാനുള്ള ക്ഷമ ആർക്കും ഇല്ല. സോ അപ്പൊ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വളരെ കുഞ്ഞു വീഡിയോ ആയിരുന്നെന്നറിയാം, ബട്ട് ഇനി അങ്ങോട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ ഇടാൻ ശ്രമിക്കാം. സോ ബൈ ടാറ്റാ, സീ യു.